അശ്ശമാഇലുൽ മുഹമ്മദിയ്യ സബ്ക് 7. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 7ാമത്തെ ക്ലാസ് ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബശാരിൻ ഖാല ഹദ്ദസനാ അബൂ ആസിമിൻ ഖാല ഹദ്ദസനാ അസ്റത്ത് ബിൻ സാബിത് قال حدثني علباء بن أحمر اليشكري رضي الله عنه وعنهم قال حدثني أبو زيد عمرو بن أخطب الأنصاري. അബൂ സെയ്ദ് അംറു ബിനുൽ അഖ്തബുൽ അൻസാരി എന്നവർ പറഞ്ഞു. അദ്ദേഹം പറയാണ്, കാലലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബാ സെയ്ദ്, ഓ അബൂ സെയ്ദേ, ഉദ്നു മിന്നി ഫംസഹ് ലഹരി, ഉദ്നു മിന്നി, നീ ഇങ്ങോട്ട് അടുത്തു വാ, എന്നിലേക്ക് അടുത്തു വരൂ. ഉഖ്റുബ് മിന്നി എന്ന, എന്നിലേക്ക് അടുത്തു വരൂ. ഫംസഹ് ലഹരി, എൻ്റെ മുതുക് തടവി തരൂ. അങ്ങനെ ഫമസഹ്തു ലഹ്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഹർ, മുതുക് ഞാൻ തടവി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വരാൻ പറഞ്ഞ സമയത്ത് അടുത്ത് വന്നു, എന്നിട്ട് മുതുക് തടവി കൊടുത്തു. ഫവഖഅത് അസാബിഇ അലൽ ഖാതമി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാതമിൻ്റെ മേൽ എൻ്റെ വിരലുകൾ പതിഞ്ഞു. എൻ്റെ കൈ, അതായത് കൈയിൻ്റെ വിരലുകൾ പതിഞ്ഞു. അലൽ ഖാതമി, ഖാതമിൻ്റെ മേൽ. കുൽത്തു, അപ്പം ഞാൻ ചോദിച്ചു, വമൽ ഖാതമു, ഖാതമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല ശഅറാത്തുൻ മുജ്തമിആത്തുൻ, ഒരുമിച്ച് കൂടിയ മുടികളാണ്. ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഉദ്നു മിന്നി ഫംസഹ് ലഹരി. അപ്പോൾ ഫദനൗതു, അടുത്ത് ചെന്നു. ഫമസഹ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുക് തടവി. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സെയ്ദ് റളിയല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു. ഫഖാല ഫീ റിവായത്തിൻ അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് ദുആ ചെയ്തു. ഫആശ, അദ്ദേഹം ജീവിച്ചു. എത്ര? 120 വയസ്സ് ജീവിച്ചു. 120 വയസ്സ് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിലും താടിയിലും ഒക്കെ കുറഞ്ഞ മുടികൾ മാത്രമേ നരച്ചിട്ടുള്ളായിരുന്നു. അപ്പം 120 വയസ്സ് ജീവിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തു, അല്ലാഹുമ്മ ജമ്മിൽഹു. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ ജസാക്കല്ലാഹു ഖൈറ എന്നതുപോലത്തെ ദുആകൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് സുന്നത്തായ കാര്യമാണ്. പിന്നെ ഇവിടെ ഖാതമ് എന്ന് പറഞ്ഞാൽ വമൽ ഖാതമു, ഖാതമ് എന്താണ് എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് കാല ശഅറാത്തുൻ മുജ്തമിആത്തുൻ, ഒരുമിച്ച് കൂടിയ മുടികളാണ്. അതായത് ചുമലിലെ രോമാവൃതമായൊരു ഭാഗമാണ്. ഇവിടെ ളാഹിറുഹു അന്നഹു ലം യമസ്സൽ ഖാതമ ബിനഫ്സിഹി ബൽ അശ്ശഅറാത്തുൽ മുജ്തമിആത്ത്, ഈ ഖാതം ഇവിടെ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ളാഹിർ. അപ്പം അതിൻ്റെ മേലുള്ളതായ മുടികളാണ് എന്താക്കിയത്? സ്പർശിച്ചത്. ഇനി അടുത്ത ഹദീസ്. ഹദ്ദസന അബൂ അമ്മാരിൻ അൽ ഹുസൈൻ ബിൻ അൽ ഹുറൈസ് അൽ ഖുസാഇ ഖാല ഹദ്ദസന അലി ഇബ്നു ഹുസൈൻ ഇബ്നു വാഖിദ് ഖാല ഹദ്ദസനി അബി ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു അൻഹും ഖാൽ സമിഅതു അബീ ബുർദ, അബൂ ബുർദ എന്നവരെ ഞാൻ കേട്ടു, യഖൂൽ പറയുന്നതായി, അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ്? ജാഅ സൽമാനുൽ ഫാരിസി, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നു. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നു. എപ്പോൾ? ഹീന ഖദിമൽ മദീന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ബിമാഇദത്തിൻ, ഒരു സുപ്രയുമായി അല്ലെങ്കിൽ ഒരു പാത്രവുമായി. അലൈഹ റുത്തബുൻ, അതിൽ ഈത്തപ്പഴമുണ്ട്. ഈത്തപ്പഴമുള്ളതായ അല്പം പഴുത്ത ഈത്തപ്പഴവുമായി ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നു. ഫവുളിഅത് ബൈന യദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെക്കപ്പെട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി
നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പൊ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഫഖാല, നബി തങ്ങൾ ചോദിക്കുകയാണ്, യാ സൽമാനു മാ ഹാദ, ഓ സൽമാനെ ഇതെന്താണ് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖത്തുൻ അലൈക വഅല അസ്ഹാബിക, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സഹാബികൾക്കുമുള്ള സദക്കയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ സഹാബികൾക്കുള്ളതായ സദക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇർഫഅഹാ ഫഇന്നഹാ ലാ നഅകുലു സദഖത, അതെടുത്തേക്കൂ നിങ്ങളത് കൊണ്ടുപോയിക്കോളി, കാരണം ഞങ്ങൾ എന്താണ്, ഞങ്ങൾ സദക്ക ഭക്ഷിക്കാറില്ല, നാം സദക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ഖാല ഫറഫഅഹ, അങ്ങനെ അത് അദ്ദേഹം എടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അതെടുത്തു കൊണ്ടുപോയി. ഫജാഅൽ ഗദ ബിമിസ്ലിഹി, പിറ്റേ ദിവസവും അതുപോലെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ കൊണ്ടുവന്നു. ഫളഅഹു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചു. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹാദാ യാ സൽമാൻ, ഓ സൽമാനെ ഇതെന്താണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹദിയത്തുൻ ലക, ഇത് അങ്ങേക്കുള്ള ഹദിയയാണ്, ഇത് അങ്ങേക്കുള്ള ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, ലി അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളോട് പറഞ്ഞു, ഉബ്സുതു, നിങ്ങൾ വിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരിച്ചിട്ട് എന്താക്കുക, ഇത് കഴിക്കുക. ഇത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറേ വയസ്സ് ജീവിച്ചൊരു വ്യക്തിയാണ്, കുറേ പ്രായം. അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ, മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് നല്ലോണം അറിയുന്ന ആളാണ്. അതിലൊക്കെ നബിതങ്ങളുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളുടെ ഖാത്തമിനെ കുറിച്ചും, അതുപോലെ നബിതങ്ങൾ സദക്ക ഭക്ഷിക്കുകയില്ല, സക്കാത്തൊന്നും ഭക്ഷിക്കുകയില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണമാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തുണ്ടായത്. അങ്ങനെ സദക്ക ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയാണെങ്കിൽ അത് ഭക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ കേട്ടിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നബി തങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നേരം നബി തങ്ങൾ എന്ത് ചെയ്തില്ല, ആ സദക്ക ഭക്ഷിച്ചില്ല. പിറ്റേ ദിവസം പറഞ്ഞു, ഹദിയത്തുൽ ലക, ഇത് ഹദിയയാണ്, സമ്മാനമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. പിന്നീട് പറയാണ്, സുമ്മ നളറ ഇലൽ ഖാത്തമി, പിന്നെ ഖാത്തമിലേക്ക് നോക്കി. സുമ്മ നളറ, പിന്നെ നോക്കി അങ്ങോട്ട് ഖാത്തമിലേക്ക് നോക്കി. അലാ ലഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഹറിൽ എന്തുണ്ട്, മുതുകിൽ പ്രവാചകത്വ മുദ്ര ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതും അവിടെ ഉണ്ട്. അങ്ങനെ ആമന ബിഹി, അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആര് വിശ്വസിച്ചു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. നബി തങ്ങളുടെ രണ്ട് ചുമലിനിടയിൽ ഈ ഹാത്തമും കണ്ടപ്പോൾ, ഇതൊക്കെ കഴിഞ്ഞുപോയ വേദഗ്രന്ഥത്തിലുള്ളത്, അത് പഠിച്ച ആളാണ് ആര്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അദ്ദേഹം വന്നതും ഇതൊക്കെ കണ്ടു. ആമന ബിഹി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഏത് സ്ഥിതിയിൽ, വാവ് ഹാലിയാണ്. വക്കാന ലിൽ യഹൂദി, അദ്ദേഹം ഒരു യഹൂദിക്കുള്ളതായിരുന്നു, അതായത് ഒരു ജൂതന്റെ അടിമയായിരുന്നു. അന്നഹു കാന റഖീഖൻ ലിൽ യഹൂദി, ഐ യഹൂദ് ബനു ഖുറൈള ഗോത്രത്തിൽപ്പെട്ടതായ ഒരു യഹൂദിയുടെ അടിമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. കാരണം മറ്റൊരു നാട്ടിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങനെ ഫസ്തറാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി കദാ വ കദാ ദിർഹമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ഇന്ന ദിർഹം കൊണ്ട് വാങ്ങി. അദ്ദേഹത്തിൻ്റെ നബി തങ്ങൾ വാങ്ങുകയാണ്. എത്ര, 40 ഊക്കിയ ദിർഹമാണ് എന്നുണ്ട്. ഏതായാലും ആ ദിർഹമിൻ്റെ മേൽ വേറെയും ഉണ്ട്. ആ നിബന്ധന മാത്രമല്ല, അലാ യഗ്രിസ ലഹും നഖ്ലൻ ഫയഅമല സൽമാനു ഫീഹി ഹത്താ തുത്ഇമ, അദ്ദേഹത്തിന് ഒരു ഈത്തപ്പന നടണം, എന്നിട്ട് ആ ഈത്തപ്പന തോട്ടത്തിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജോലി എടുക്കണം എന്ന വ്യവസ്ഥയിൽ, ഹത്താ തുത്ഇമ, ഏതുവരെ, കായ്ക്കുന്നത് വരെ. അപ്പം 2 നിബന്ധനയാണ് ഇവിടെ എന്താക്കാൻ കൊടുക്കാനുള്ള കാരണം. 2 നിബന്ധന. ഒന്നേതാണ്, ഇത്ര സ്വർണം കൊടുത്തു, അല്ല ദിർഹം കൊടുത്തു. പിന്നെ മറ്റൊന്ന്, അതാ ഫകാത്തിബൂഹു അലാ ഷൈഇനി, ഒന്ന് 2 വസ്തുവിൻ്റെ മേലാണ് എന്താക്കി ഇവിടെ മോചിപ്പിച്ചത്. നബി തങ്ങൾ വാങ്ങിയേരം പറഞ്ഞ 2 കാര്യമാണ് ആ ജൂതൻ നിബന്ധന വെച്ചതേ. ഒന്ന് ഇത്ര ഊക്കിയവാണെന്നാണ്, പിന്നെ ഒരു ഈത്തപ്പന നടുക, എന്നിട്ട് ആ തോട്ടത്തിൽ ജോലി ചെയ്യുക. ഏതുവരെ,
ഈ ഫലം കായ്ക്കുന്നത് വരെ, അത് ഹത്താ തുത്ഇമ എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്നത് വരെ അവിടെ ജോലി ചെയ്യുക. അങ്ങനെ ഫറസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇത്ര ജോലി ചെയ്യണം എന്നുള്ള നിബന്ധനയിലാണ് കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുപിടിപ്പിച്ചു അന്നഹ്ല, ഈത്തപ്പനെ, ഇല്ല നഹ്ലത്തം വാഹിദ, ഒരു ഈത്തപ്പനയല്ലാതെ ഒക്കെ നബി തങ്ങൾ നട്ടു, ഒന്നൊഴികെ. വറസഹ ഉമർ റളിയല്ലാഹു അൻഹു, അതെന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ആണ് നട്ടത്. അപ്പൊ ഫഹമലത്തിൻ നഹ്ലു മിൻ ആമിഹ, നട്ട വർഷം തന്നെ എന്താക്കി, അതൊക്കെ ആ വർഷം തന്നെ കായ്ച്ചു. പക്ഷേ വലം തഹ്മിൽ നഹ്ലത്തൻ, ആ ഒരു മരം ഉണ്ടല്ലോ അത് കായ്ച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു നട്ടതായ ആ മരം കായ്ച്ചില്ല. അങ്ങനെ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ശഅനു ഹാദിഹിൻ നഖ്ല, ഈ ഈത്തപ്പന മരം ഇതിനെന്തു പറ്റി, ഇതിനെന്തു പറ്റി? എല്ലാ മരങ്ങളിലും കായുണ്ടായി പിറ്റേത്തെ കൊല്ലം തന്നെ, പക്ഷെ ഈ ഈത്തപ്പനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു നബി തങ്ങൾ. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് അന വറസ്തുഹാ, നബി തങ്ങളെ അത് ഞാനാണ് നട്ടത് എന്ന് പറഞ്ഞു. ഫനസഅഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പിഴുതെടുത്തു. ഫവറസഹ, നബി തങ്ങൾ അതിനെ നട്ടു. ഫഹമലത്ത് മിൻ ആമിഹ, അതോടെ ആ സമയത്ത് തന്നെ അത് ഫലം കായ്ച്ചു തുടങ്ങുകയും ചെയ്തു, അല്ലെങ്കിൽ ആ വർഷം തന്നെ ഫലം കായ്ച്ചു തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഹാത്തമിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ വിഷയം. ഹാത്തമിനെ കണ്ട വിഷയം പറഞ്ഞു. അതാ സുമ്മ നളറ ഇലൽ ഹാത്തമി അലാ ലഹരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഹാത്തമാര് കണ്ടിട്ടുണ്ട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ച അടിമകളിൽ ഒരാളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ നിബന്ധനയുടെ മേലാണ് എന്താക്കിയത്, ഈ ഇത്ര ഊക്കിയ ദിർഹം കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം ഈത്തപ്പന നട്ട് അതൊക്കെ കായ്ക്കുന്നത് വരെ അവിടെ ഖിദ്മത്ത് ചെയ്യണം, ജോലി ചെയ്യണം എന്നുള്ള നിബന്ധന. പക്ഷെ നബി തങ്ങളുടെ മുഅ്ജിസത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി, അവിടെ നട്ടു, ആ വർഷം തന്നെ അത് കായ്ക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാലാവധി കഴിഞ്ഞല്ലോ. പിന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം അടിമയായിട്ടാണല്ലോ വന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതായൊരു സംഭവം മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? സുഇല അൻ അബീഹി ഫഖാല അന സൽമാൻ ഇബ്നുൽ ഇസ്ലാം വഹുവ സഹാബിയുൻ കബീറുൻ. അദ്ദേഹം പറഞ്ഞ് അന സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൻ്റെ മോനായ സൽമാനാണ്. അപ്പോൾ ഏതായാലും നമ്മളെ വിഷയം ഇവിടെ ഖാത്തമുൻ നുബുവയാണ്. അത് ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടതായ സംഭവമാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.